ബാബ രാംദേവും കൂട്ടാളി ബാലകൃഷ്ണനും ചേർന്ന് രൂപീകരിച്ച പതാഞ്ജലിയുടെ ഉൽപ്പന്നങ്ങൾക്ക് സുപ്രീം കോടതി വിലക്കേർപ്പെടുത്തിയതോടെ തെളിയുന്നത് ഏറെ നാളായി കേട്ടിരുന്ന ആരോപണങ്ങളുടെ സത്യാവസ്ഥയാണ്. ഏപ്രിൽ മാസത്തിൽ ലൈസൻസ് റദ്ദാക്കിയ 14 ഉൽപ്പന്നങ്ങൾ വീണ്ടും വിപണിയിൽ എത്തിച്ചേർന്നതിനെ തുടർന്നാണ് പതാഞ്ജലി ഗ്രൂപ്പിനോട് അവരുടെ വിൽപ്പന നിർത്താനാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. ഒട്ടും ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെട്ടത് മാധ്യമങ്ങളിൽ വൻ പരസ്യങ്ങൾ നൽകിയും സോഷ്യൽ മീഡിയയിൽ കൂടി വ്യാജ ഉറപ്പുകൾ നൽകിയുമാണ്. കണ്ണുകളുടെ സുരക്ഷയ്ക്കായി പുറത്തിറക്കിയ ദൃഷ്ടി ഐ ഡ്രോപ്പ്, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള BP ഗ്രിഡ്, ശ്വാസകോശ അസുഖങ്ങൾക്കുള്ള വതി ബ്രോങ്കോമും സ്വാസ്വാരി ഗോൾഡ് ടാബ്ലറ്റുകളും, കുടൽ രോഗങ്ങളും മലശോധനയുമായി ബന്ധപ്പെട്ട ലിപ്പിഡിയോം, കരൾ രോഗങ്ങൾക്കായുള്ള ലിവോഗ്രിഡ് എന്നീ മരുന്നുകൾ ഉൾപ്പെടെ 14 പതാഞ്ജലി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയാണ് സുപ്രീം കോടതി തടഞ്ഞിരിക്കുന്നത്. ഇതിനെ തുടർന്ന് പതാഞ്ജലിയുടെ 5600 ഫ്രാഞ്ചൈസി സ്റ്റോറുകളോട് ആ 14 ഉൽപ്പന്നങ്ങൾ ഉടൻ വിൽക്കുന്നത് നിർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പതാഞ്ജലി കോടതിയെ അറിയിച്ചു. ഈ ഉൽപ്പന്നങ്ങളുടെ എല്ലാ പരസ്യങ്ങളും നീക്കം ചെയ്യാൻ നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോടും മറ്റ് പരസ്യ പ്ലാറ്റ്ഫോമുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരസ്യങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് നൽകിയ നിർദ്ദേശം പാലിച്ചോ ഇല്ലയോ എന്ന് വ്യക്തമാക്കി 2 ആഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ലൈസൻസാണ് ഏപ്രിൽ റദ്ദാക്കിയത്. ഇക്കാര്യം പതാഞ്ജലി ആയുർവേദ ഗ്രൂപ്പ് സുപ്രീം കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനത്തിനു പിന്നാലെയായിരുന്നു ഉത്തരാഖണ്ഡ് അധികൃതർ പതാഞ്ജലിക്കെതിരെ നടപടിയെടുത്തത്. ഏപ്രിലിൽ സസ്പെൻഡ് ചെയ്ത 14 ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ലൈസൻസ് പതാഞ്ജലി ആയുർവേദ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നതായി ബാബ രാംദേവ് ചൊവ്വാഴ്ച സുപ്രീം കോടതിയെ അറിയിച്ചു. ഒട്ടും ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കി വൻ തുക പരസ്യങ്ങൾക്കായി ചെലവഴിച്ച് ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന പതാഞ്ജലിക്കെതിരെ നേരത്തെയും ആരോപണങ്ങൾ വന്നിരുന്നു. രാഷ്ട്രീയ സ്വാധീനത്തിന്റെ മറവിൽ നിരവധി ഉപഭോക്താക്കൾ നൽകിയ പരാതികളിന്മേൽ യാതൊരു നടപടികളും സ്വീകരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ മുതിർന്നില്ല. ഇന്റേണൽ കംപ്ലയിന്റ് അതോറിറ്റി ആരോപണങ്ങൾ പരിശോധിക്കുകയാണെന്ന മറുപടിയാണ് ഇതു സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന മാധ്യമങ്ങൾക്കടക്കം പതാഞ്ജലി ഗ്രൂപ്പ് നൽകുന്നത്. കുറഞ്ഞ തുകയ്ക്കാണ് ഈ മരുന്നുകൾ വിൽപ്പന നടത്തുന്നത്. അതിൽ നിന്നും തന്നെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. കേരളത്തിൽ പ്രമുഖ പത്രമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപക പരസ്യം നൽകിയാണ് പതാഞ്ജലി മാർക്കറ്റ് പിടിച്ചത്. ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്ന ലേബലിൽ വന്നതിനാൽ വലിയ പാർശ്വഫലങ്ങൾ ഒന്നും ഉണ്ടാകില്ലെന്നാണ് ജനങ്ങൾ വിശ്വസിച്ചത്. ഒരു ഗുണനിലവാരവുമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചവർ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ്. ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ആയിരുന്നതിനാൽ അവ ദീർഘകാലം ഉപയോഗിച്ചവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് IMA വ്യക്തമാക്കുന്നത്. ജസ്റ്റിസുമാരായ ഹിമ കോഹ്ലിയും സന്ദീപ് മേത്തയും അടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ചാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്ത ഹർജിയാണ് പരിഗണിച്ചത്. COVID-19 വാക്സിനും സമകാലിക മെഡിക്കൽ നടപടികൾക്കുമെതിരെ പതാഞ്ജലി നിഷേധാത്മകമായ പ്രചാരണം നടത്തിയെന്ന് അസോസിയേഷൻ ആരോപിച്ചു. ജൂലൈ 30-ന് ബെഞ്ച് കേസ് വീണ്ടും പരിഗണിക്കും. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ ബ്രോഡ്കാസ്റ്റ് സേവാ സൈറ്റിലൂടെ സ്വയം പ്രഖ്യാപനങ്ങൾ സമർപ്പിക്കാൻ പ്രേക്ഷകർക്ക് മെയ് മാസത്തിൽ കോടതി നിർദ്ദേശം നൽകി. അച്ചടി മാധ്യമ പരസ്യങ്ങൾക്കായി ഈ സ്വയം പ്രഖ്യാപന ഫോമുകൾ സമർപ്പിക്കുന്നതിന് ഫെഡറൽ ഗവൺമെന്റ് ഒരു പുതിയ പോർട്ടൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. റേഡിയോ, TV, ഇന്റർനെറ്റ് എന്നിവയ്ക്കായുള്ള അസോസിയേഷനുകൾ നടപടിക്രമങ്ങൾ ചേരാൻ അപേക്ഷകൾ സമർപ്പിച്ചു. കൂടാതെ പരസ്യദാതാക്കളുടെ താൽപ്പര്യങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും മുതിർന്ന I&B അംഗങ്ങളെയും കാണാനും കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ഉപഭോക്തൃ കാര്യ മന്ത്രാലയത്തോട് ഇടപെടണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്.